ഹായ് ഫ്രണ്ട്സ്, ഹിന്ദി കമ്പൈൻഡ് സ്റ്റഡി ലേണിംഗ് ടുഗദറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി സാഹിത്യ ഇതിഹാസിലെ ആദികാലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആദികാലിൻ്റെ റിവിഷനും വച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഭക്തികാലിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്തികാലിൽ ചോദിച്ചിട്ടുള്ള നെറ്റ്, അതുപോലെ സെറ്റ്, കേട്ടറ്റ്, അതുപോലെ HSA ഹിന്ദി, അതുപോലെ ലെക്ചറിങ് ഹിന്ദി, ഇതിനൊക്കെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡിസംബർ 28, 29 തീയതികളിലായിട്ട് കേട്ടറ്റ് 3 അതുപോലെ കേട്ടറ്റ് 4 രണ്ട് പരീക്ഷയും നടക്കുന്നുണ്ട്. അതുപോലെ കേട്ടറ്റ് 1 ഉം 2 ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം കേട്ടറ്റ് 3 ഉം 4 ആണ്. അതുപോലെ സെറ്റ് പരീക്ഷ പെൻഡിങ്ങിലായിരിക്കുന്നു, കൊറോണ പീരീഡ് കാരണം അല്ലേ. ആ പരീക്ഷയും അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിനുശേഷം HSI വിളിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. തീർച്ചയായും എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. पहला क्वेश्चन यह है, रास पंचाध्यायी किस छंद में लिखी गई है? प्रश्न क्या है? रास पंचाध्यायी किस छंद में लिखी गई है? ऑप्शन ए इंद्र वज्र, ऑप्शन बी उपेंद्र वज्र, ऑप्शन सी रोला, ऑप्शन डी मालिनी. आंसर क्या है? ऑप्शन सी रोला. ഇത് നെറ്റ് എക്സാമിനേഷൻ ജൂൺ 2015 അതുപോലെ നെറ്റ് എക്സാമിനേഷൻ ജാനുവരി 2017 ചോദിച്ച ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. രാസപഞ്ചാധ്യായി നന്ദദാസ് കി രചന ഹെ. രാസപഞ്ചാധ്യായി ആരുടെ രചനയാണ്? നന്ദദാസിന്റെ രചനയാണ്. രാസപഞ്ചാധ്യായി കാ രചനാകാൽ सन 1553 ईस्वी से 1583 ईस्वी के मध्य माना गया है और इसमें श्री कृष्ण की रासलीला का वर्णन कोमल संगीतात्मक पदावली में किया गया है. इसे गीता गोविंद कहा जाता है हिंदी का. और अगला पॉइंट यह है, നന്ദദാസ് की अन्य രചനായി. നന്ദദാസിന്റെ മറ്റു രചനകൾ ഏതൊക്കെയാണ്? അനേകാർത്ഥ മഞ്ജരി, രസമഞ്ജരി, ബംവർ ഗീത്, ഗോവർദ്ധൻ ലീല, പ്രേമ ബാരഹ് ഖടി. ഏതൊക്കെയാണ്? അനേകാർത്ഥ മഞ്ജരി, രസമഞ്ജരി, ബംവർ ഗീത്, ഗോവർദ്ധൻ ലീല, പ്രേമ ബാരഹ് ഖടി അല്ലേ. അത് കൂടാണ്ട് നേരത്തെ പറഞ്ഞ രചനയുടെ പേരെന്താണ്? രാസ പഞ്ചാധ്യായി. ഈ 6 രചനകളും ഓർമ്മിക്കണം. और अगला प्रश्न यह है, निम्नलिखित में से कौन राधा वल्लभ संप्रदाय का प्रवर्तक है? प्रश्न क्या है? निम्नलिखित में से कौन राधा वल्लभ संप्रदाय का प्रवर्तक है? ऑप्शन ए वल्लभाचार्य, ऑप्शन बी हित हरिवंश, ऑप्शन सी गोविंद स्वामी, ऑप्शन डी ചീത്തസ്വാമി. ആൻസർ ഹെ ഹിത ഹരിവംശ്. ഇത് 2015 ജൂണിലെ നെറ്റ് എക്സാമിനേഷന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. और ഹിത ഹരിവംശ की रचना का नाम है ഹിത ചൗരാസി. ഇത് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഹിത ഹരിവംശ്, ഹിത ചൗരാസി. इस ग्रंथ पर 500 पृष्ठों की बड़ी टीका प्रेमदास ने लिखी है और ഹിത ഹരിവംശ का समय है 15वीं ശതാബ്ദി അല്ലേ. ഹിത ഹരിവംശന്റെ രചനയുടെ പേരെന്താണ്? ഹിത ചൗരാസി. ഹിത ഹരിവംശ്, ഹിത ചൗരാസി അല്ലെ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 15ാം നൂറ്റാണ്ട്. और കുറച്ച് സമ്പ്രദായങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. രുദ്ര സമ്പ്രദായ വിഷ്ണുസ്വാമി, വിഷ്ണുസ്വാമി സമ്പ്രദായ വല്ലഭാചാരി. ഈ വിഷ്ണുസ്വാമിയുടെ ശിഷ്യനാണ് ആരി? വല്ലഭാചാരി. അതുകൊണ്ടാണ് ഗുരുവിന്റെ പേര് തന്നെ സമ്പ്രദായം. അപ്പോൾ അത് ഓർമ്മിക്കണം. ഹരിദാസി സമ്പ്രദായ സ്വാമി ഹരിദാസ് അല്ലെ. രാമാവർത്ത സമ്പ്രദായ രാമാനന്ദ്, ചൈതന്യ സമ്പ്രദായ ചൈതന്യ മഹാപ്രഭു. और अगला पॉइंट यह है, आप देखिए, स्पष्ट रूप से नायिका भेद पर रसामंजरी नामक पुस्तक लिखने वाले भक्त कवि कौन है? ऑप्शन ए नंददास, ऑप्शन बी नाबादास, ऑप्शन सी कृपाराम, ऑप्शन डी കേശവദാസ്. ആൻസർ क्या है? നന്ദദാസ്. നന്ദദാസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടറ്റ് എക്സാമിനേഷൻ 2019 കാറ്റഗറി 3 വന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ കണ്ടത്. और अगला प्रश्न यह है, जड़िया उपनाम किस भक्त कवि का है? प्रश्न क्या है? जड़िया उपनाम किस भक्त कवि का है? ऑप्शन से क्या क्या है? ऑप्शन ए चीतस्वामी, ऑप्शन बी नंददास, ऑप्शन सी परमानंद दास, ऑप्शन डी गोविंद स्वामी. और आंसर क्या है? ऑप्शन बी नंददास. ഇത് 2015 ഒക്ടോബറിലെ കേട്ടറ്റ് എക്സാമിനേഷൻ വന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
और अगला प्रश्न यह है, भक्ति आंदोलन का सूत्रपात उत्तर भारत में न होकर दक्षिण भारत में हुआ था। इसके मूल कारण में निम्नलिखित में से कौन सा कथन सत्य है? ए, दक्षिण भारत को विदेशी आतताइयों की ज्वाला झेलनी पड़ी थी। बी, दक्षिण भारत पर मुसलमान शासकों के अनगिनत अत्याचार हुए थे। ऑप्शन सी, ईसाई धर्म का प्रभाव था। ऑप्शन डी, दक्षिण भारत पूर्णतः निरापद था किंतु सामाजिक भेदभाव ने हितचिंतकों को चिंतित बना दिया था। ऑप्शन डी उत्तर। और अगला प्रश्न, भक्ति काल को स्वर्ण युग मानने का प्रमुख कारण है? ऑप्शन ए, इसमें अनेक संत कवियों ने धर्म का प्रचार किया था। ऑप्शन बी, इस काल में जितना साहित्य रचा गया उतना अन्य कालों में नहीं रचा गया। ऑप्शन सी, इस काल के साहित्य का अत्यधिक प्रचार प्रसार और अनुवाद किया गया है। ऑप्शन डी, इसके साहित्य में निहित समन्वय की भावना है। आंसर क्या है? ऑप्शन डी है, इसके साहित्य में निहित समन्वय की भावना है। और अगला प्रश्न यह है, अद्वैतवाद के प्रवर्तक शंकराचार्य को कुछ पुराण पोथियों ने प्रच्छन्न बुद्धि की संख्या दी थी। इसका कारण था, शंकराचार्य के अद्वैतवाद ने भारत को एक सूत्र में पिरो दिया था। बौद्ध धर्म सभी मनुष्यों को समान मानता था। शंकराचार्य ने इसी का अनुकरण किया था। ऑप्शन सी, शंकराचार्य और बौद्ध मतावलंबियों में मतभेद हो गया था। ऑप्शन डी, बौद्ध धर्म के अनुयायी शंकराचार्य से सर्वदा खिन्न थे। ऑप्शन बी है इसका आंसर। और अगला पॉइंट आप देखिए, अद्वैतवाद के अनुसार जीव और ब्रह्म एक है। अद्वैतवाद के अनुसार जीव और ब्रह्म एक है। शंकराचार्य ने माना है कि अविद्या जीवन के बंधन का एकमात्र कारण है और ये बंधन विद्या के द्वारा काटा जा सकता है। और अगला पॉइंट है, शंकराचार्य ने संसार को ब्रह्म यानी माया माना है। ഈ ശങ്കരാചാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്സുകളുണ്ട്. അപ്പോൾ കുറച്ച് പോയിന്റ്സുകൾ കൂടി നമുക്ക് നോക്കാം. शंकराचार्य के अनुसार जगत मिथ्या है, ब्रह्म सत्य है. शंकराचार्य ने सर्वप्रथम भक्ति पर एक वर्ग विशेष के एकाधिकार समाप्त करने की उद्घोषणा की थी. और अगला पॉइंट है, उनके अद्वैतवाद के विरोध में वैष्णव आचार्यों ने अनेक സമ്പ്രദായവും की സ്ഥാപന की है. അല്ലെ, നമ്മൾ ഒരുപാട് സമ്പ്രദായങ്ങൾ പഠിച്ചു അല്ലേ. അപ്പം ഇതൊക്കെ ഇദ്ദേഹത്തെ എതിർത്തുകൊണ്ട് വന്ന സമ്പ്രദായങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. और अगला पॉइंट है, श्री संप्रदाय के प्रवर्तक कौन है? ऑप्शन से क्या क्या है? ऑप्शन ए श्री चंद, ऑप्शन बी रामानुज, ऑप्शन सी स्वामी निरंजन, ऑप्शन डी स्वामी हरिदास. आंसर क्या है? ऑप्शन बी रामानुज. ഇത് കേട്ടറ്റ് എക്സാമിനേഷൻ ഒക്ടോബർ 2015 കാറ്റഗറി 3 വന്ന ഒരു ചോദ്യമാണ്. ഏത്? ഇപ്പോൾ ഈ പറഞ്ഞത്. श्री संप्रदाय के प्रवर्तक कौन है? रामानुज है. और अगला पॉइंट आप देखिए, विशिष्ट अद्वैत के प्रस्तोता आचार्य है. ऑप्शन ए रामानुजाचार्य, ऑप्शन बी रामानंद, ऑप्शन सी शंकराचार्य, ऑप्शन डी मध्वाचार्य. आंसर क्या है? ऑप्शन ए रामानुजाचार्य. ഇത് നെറ്റ് എക്സാമിനേഷൻ ജൂലൈ 2016 ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. അപ്പം ഈ വിശിഷ്ട അദ്വൈത് അതുപോലെ ശ്രീ സമ്പ്രദായം ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്. और रामानुजाचार्य ने संसार में 3 पदार्थों की उपस्थिति मानी है. रामानुजाचार्य ने संसार में 3 पदार्थों की उपस्थिति मानी है. ये पदार्थ है अचित, चिद, ब्रह्म. इसी कारण रामानुजाचार्य को चित अचित विशिष्टवादी कहा जाता है. ले, रामानुजाचार्य ने संसार में 3 पदार्थों की उपस्थिति मानी है, अचित, चिद, ब्रह्म. और अगला पॉइंट यह है, रामानुज के अनुसार जीव ब्रह्म से निर्गत होने के कारण उसी का अंश है. ईश्वर जीव का नियामक है और जीव की मुक्ति ईश्वर पर ही अवलंबित है. और रामानुज ने उपासना के द्वारा जीव की मुक्ति संभव मानी है. रामानुज सिद्धांत में शंकराचार्य के विरोधी थे. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. और अगला प्रश्न यह है, गीता किस मत का प्रधान धर्म ग्रंथ माना जाता है? प्रश्न क्या है? गीता किस मत का प्रधान धर्म ग्रंथ माना जाता है? ऑप्शन ए भागवत, ऑप्शन बी वैष्णव, ऑप्शन सी भगवत, ऑप्शन डी पांचरात्र. और आंसर क्या है? ऑप्शन ए भागवत. और അപ്പോൾ ഇന്നും നമ്മൾ
10 ചോദ്യങ്ങളും അതുപോലെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നിങ്ങൾ തീർച്ചയായും എല്ലാ ദിവസവും ഇത് എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇത് പഠിക്കുകയും വേണം. കാരണം കേട്ടറ്റ്, അതുപോലെ സെറ്റ്, അതുപോലെ HSI ഇത് 3ഉം തുടർച്ചയായിട്ട് വരാനുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായും എന്തായാലും പഠിക്കണം. അപ്പോൾ കേട്ട എല്ലാവർക്കും താങ്ക് യു. ധന്യവാദ്.